അടിപൊളി ടേസ്റ്റിൽ നാടൻ രീതിയിലൊരു ബീഫ് വരട്ട് തയ്യാറാക്കിയെടുത്താലോ. കിട്ടില്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. 10 ചെറിയുള്ളി, ഒരു പച്ചമുളക്, വലിയ പീസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തത് എല്ലാത്തിൻ്റെയും പകുതി ഇതാ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം. ഞാൻ 5-6 വിസിലാട്ടോ എനിക്ക് വേണ്ടി വന്നത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണേ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ ചതച്ചെടുത്ത ബാക്കി മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി, അത് കരിഞ്ഞു പോകരുത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറിയൊരു വെള്ളം ഉണ്ടായാൽ കുഴപ്പമില്ല, ഓവർ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം 5-6 മിനിറ്റ് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. മസാലയും ബീഫൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് വരട്ട് റെഡി ആട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടോ. ബീഫ് ലവേഴ്സൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പൊറോട്ട, ഗീ റൈസ്, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്